തിരുവനന്തപുരം കാരക്കോണത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ചാടിപ്പോയി. പുല്ലന്തേരി സ്വദേശി ബിനോയാണ് ചാടിപ്പോയത്. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി. സലീം, ഇതെങ്ങനെയാണ് പ്രതി രക്ഷപ്പെട്ടത്? ഗോപി, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിലിരിക്കെ രക്ഷപ്പെടുന്നത്. കാരക്കോണം മെഡിക്കൽ കോളേജിലായിരുന്നു ഈ പ്രതി ചികിത്സയിലുണ്ടായിരുന്നത്. വീട്ടിൽ കയറി യുവാവിനെ ആക്രമിച്ച കേസിൽ വെള്ളറട പോലീസാണ് ഇയാളെ ആശുപത്രിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തത്. ഈ വീട്ടിൽ കയറിയുള്ള അക്രമത്തിനിടെയാണ് ഈ പ്രതി ബിനോയ്ക്ക് പരിക്കേൽക്കുന്നത്. ബിനോയ് എന്ന അച്ചൂസി കേസിലെ രണ്ടാം പ്രതിയാണ്. അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത് വീട്ടിൽ കയറി ആക്രമിച്ച കേസിലാണ്. അതിനുശേഷം കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയതറിഞ്ഞ് പോലീസ് എത്തി അവിടെ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം കസ്റ്റഡിയിൽ തന്നെ ചികിത്സയിൽ ഇന്നലെ രാത്രി ശുചിമുറിയിലേക്ക് പോകണം എന്നാവശ്യപ്പെട്ടു. ശുചിമുറിയിലേക്ക് പോകുന്നതിനിടെയാണ് പ്രതി ഓടി രക്ഷപ്പെട്ടത്. മാത്രമല്ല, ഇതേ സ്ഥലത്ത് ഏറെക്കുറെ വെള്ളറടയും പാറശാലയും അടുത്തടുത്താണ്. വെള്ളറട പോലീസിൻ്റെതിന് സമാനമായി പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ കഴിഞ്ഞ ദിവസം മറ്റൊരു പ്രതിയും ഓടി രക്ഷപ്പെട്ടിരുന്നു. ആ പ്രതിയെ ഇന്നലെയാണ് പോലീസ് വീണ്ടും പിടികൂടിയത്. അങ്ങനെ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ പോലീസ് കസ്റ്റഡിയിലിരിക്കെ തന്നെ പ്രതി ചാടിപ്പോകുന്ന സംഭവം ഇത് ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.